കേരളത്തിലെ ജലോത്സവങ്ങളിൽ ഏറ്റവും പഴക്കമേറിയതാണ് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്ത് പമ്പാ നദിയുടെ നെട്ടായത്തിൽ നടക്കുന്ന മൂലം ജലോത്സവം. കായലും പുഴകളും നിറഞ്ഞ കേരളത്തിലെ ജലോത്സവ മേളകൾക്ക് തുടക്കം കുറിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഈ ജലമാമ്പാങ്കത്തോടെയാണ്. കായലും പുഴകളും നിറഞ്ഞ കേരളത്തിലെ ജലോത്സവ മേളകൾക്ക് തുടക്കം കുറിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഈ ജലമാമാങ്കത്തോടെയാണ്. ത് ജലോത്സവമാണ് ഇക്കൊല്ലം ചമ്പക്കുളത്താറ്റിൻ്റെ ആവേശമായി തീരുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായ മിഥുനമാസത്തിലെ മൂലം നാളിലാണ് ചമ്പക്കുളത്ത് ജലോത്സവം അരങ്ങേറുന്നത്. അത് വലിയ സവിശേഷതയുമാണ്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് തീരുമാനിച്ചു. ലക്ഷണമൊത്ത വിഗ്രഹം കുറിച്ചി കരിക്കുളം പാർത്ഥസാരഥി ക്ഷേത്രത്തിലുണ്ട് എന്നറിഞ്ഞ് സർവാദരവോടെയും ആഘോഷത്തോടെയും വിഗ്രഹം ജലമാർഗേണ അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുവന്നു. എന്നാൽ ആ യാത്ര രാത്രിയായതോടെ ചമ്പക്കുളം മാപ്പിളശ്ശേരി ഇട്ടിത്തമ്മൻ്റെ ഗൃഹത്തിൽ സൂക്ഷിക്കുകയും പിറ്റേന്ന് അമ്പലപ്പുഴ നിന്നെത്തിയ രാജാവിൻ്റെയും ഭടജനങ്ങളുടെയും നിരവധി പള്ളിയോടങ്ങളുടെയും അകമ്പടിയോടെയും ആഘോഷപൂർവ്വം ചമ്പക്കുളത്തു നിന്നും അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയി. അതിൻ്റെ സ്മരണ നിലനിർത്താനായിട്ട് അത്രേ പിന്നീട് ചമ്പക്കുളം മൂലം ജലോത്സവം നടത്തിപ്പോരുന്നത്. ഈ വർഷത്തെ ജലോത്സവം ജൂലൈ മാസം 9 നടക്കുക. ജലോത്സവം ഏറ്റവും മികച്ചതാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആലപ്പുഴ സബ് കളക്ടർ ചെയർമാനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതിനോടകം കൈക്കൊണ്ടു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കുട്ടനാട് MLA ശ്രീ തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംവിധാനവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, കാരണം ഇത് നമ്മളുടെ ഒരു ആവേശവും ഇത് നടത്തുക എന്നുള്ള നമ്മുടെ ഒരു ആവശ്യവും കൂടെ. അതുകൊണ്ടാണ് നമ്മളതിനകത്ത് ഇൻഷുറൻസ് തുടങ്ങിയിരിക്കുന്നത്. അതിനുള്ള ഫണ്ടൊക്കെ നമ്മൾ കണ്ടെത്തുകയും നല്ല ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യും. ഞാൻ തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ PWD മിനിസ്റ്റർ, ടൂറിസം മിനിസ്റ്ററോടും അതുപോലെ ധനകാര്യ മന്ത്രിയും സജി ചെറിയാൻ ഉൾപ്പെടെ പ്രസാദ് ഉൾപ്പെടെ എല്ലാവരെയും കണ്ട് ഇതൊരു നല്ല അംഗീകാരം മേടിക്കാനുണ്ട്. നമുക്കറിയാം ഈ 9-ാം തീയതി ഒരു പ്രശ്നം, അന്ന് ഈ ദേശീയ പണിമുടക്കാണ്. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് പലർക്കും അതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. സാരമില്ല, നമ്മൾ നോക്കാം. കാരണം അവർ പറയുന്നത് പണിമുടക്കിനെ ബഹിഷ്കരിച്ചുകൊണ്ട് അങ്ങനെ വരുന്നതിന്റെ ബുദ്ധിമുട്ട് എന്നെങ്കിലും ആട്ടെ. ഏതായാലും നമ്മൾ ഇനി ഈ ഡേറ്റ് മാറ്റാനൊക്കത്തെ പറ്റും, ഇനി മാറ്റുന്ന രീതിയിൽ ഇത് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് പണ്ടൊരാളെ ഈ ശവോടൊക്കെ പറയാനായിട്ട് വരുന്നതിന് ചത്താലും ചത്തില്ലേലും 4 മണിക്ക് ശവോടൊക്കെ എന്ന് പറയുന്ന പോലെ. കാരണം പറയാൻ അറിയത്തില്ല, അപ്പൊ പറഞ്ഞാലും ഫിക്സ് ചെയ്ത് പോയി. ഇനിയിപ്പോ അത് മാറ്റുന്ന വിഷയം ഉദിക്കുന്നില്ല. നടത്തുക എന്നുള്ളതാണ്. 9 ചുണ്ടമ്പലമാണ് എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് 5 ചുണ്ടമ്പലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ. ബാക്കി 4 ചുണ്ടമ്പലങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എന്തായിരുന്നാലും നമുക്ക് ഇതൊരു ടാസ്ക്കാണ്, നമ്മൾ ഏറ്റെടുക്കണം, ചെയ്യണം. പണം കണ്ടെത്താനായിട്ട് നമുക്ക് അതിനുള്ള മാർഗം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാ കമ്മിറ്റികളും നല്ല രീതിയിൽ
പ്രവർത്തിക്കുകയും ഒരു അപ്ഡേഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അപ്ഡേറ്റ് MLA എനിക്ക് തന്നു കഴിഞ്ഞാൽ കൂടുതൽ അതിനകത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. എപ്പോഴും നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നം പണ്ടതിന്റെ വിഷയം തന്നെ, സ്റ്റേജിന്റെ വിഷയമാണ്. അപ്പൊ എല്ലാവരും ആര് പറഞ്ഞാലും ഒരു സത്യമാണ്, എല്ലാവരും അനുഭവസ്ഥനാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ പത്രക്കാരെല്ലാം കയറി മുന്നിൽ നീക്കി നമുക്കൊന്നും കാണാൻ ഒക്കത്തില്ല. കളക്ടർ ഉൾപ്പെടെ SP ഉൾപ്പെടെ എഴുന്നേറ്റ് നിന്നെങ്കിൽ വള്ളംകളി കാണാനായിട്ട് ഒക്കത്തുള്ളൂ. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് MLA എല്ലാ പിന്തുണയും 100% ഇതിനകത്തുണ്ട്. എല്ലാ കോൺട്രിബ്യൂഷനും ഉണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ കാണണോ നമുക്ക് കാണാനും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും ഇപ്പൊ നമുക്ക് ഇന്ന് 19-ാം തീയതിയാണ്. ഇനിയിപ്പോ ഏകദേശം കൂടി കഴിഞ്ഞാൽ 20 ദിവസം കഷ്ടിച്ചു ഇല്ലേ? ഇതിനാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം. എന്തായാലും നിങ്ങൾ വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ട്. യോഗത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിൻസി ജോയി അധ്യക്ഷയായിരുന്നു. നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി മന്മഥൻ, ഇടത്തുവ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി, സർക്കാർ പ്രതിനിധി ശ്രീ ജോസഫ് സി, സബ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ നിന്ന് ചമ്പക്കുളം ഉണ്ട്, ആയാമൂർ പാണ്ടിച്ചുണ്ട്, ആയാമൂർ വലിയ വാഞ്ചി, നടുഭാഗം ഇതാണ് 5 ചുണ്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചെറുവള്ളം, മണലി, വെപ്പ് A ഗ്രേഡ്, PG കരിപ്പുര, വെപ്പ് B ഗ്രേഡ്, ഇങ്ങനെ 7 വള്ളങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ജൂലൈ 5-ന് കുറിച്ചിയിൽ നിന്നും ആരംഭിച്ച് മങ്കൊമ്പിൽ അവസാനിക്കുന്ന രാജപ്രമുഖൻ ട്രോഫിയുടെ സ്വീകരണ യാത്രയും 7-ന് ചമ്പക്കുളത്ത് നടക്കുന്ന ആദ്യകാല വള്ളംകളി പ്രവർത്തകരെ ആദരിക്കലും കൈകൊട്ടിക്കളി മത്സരവും 8-ന് നടക്കുന്ന വഞ്ചിപ്പാട്ട് മത്സരവും ഏറ്റവും ഗംഭീരമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു. മത്സര സംവിധാനങ്ങളുടെ മുന്നൊരുക്കത്തെക്കുറിച്ച് റേസ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MS ശ്രീകാന്ത്. ഇതുവരെ നമുക്കിപ്പോൾ 5 ചുണ്ടൻ വള്ളങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു A ഗ്രേഡ് വെപ്പ് വള്ളവും ഒരു B ഗ്രേഡ് വെപ്പ് വള്ളവും ഇന്നേ ഡേറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 9 ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ അതിന്റെ തീരുമാനമെടുത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്ന 9 ചുണ്ടൻ വള്ളങ്ങളും മറ്റ് ചെറുവള്ളങ്ങളെ പങ്കെടുപ്പിക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ വള്ളംകളി മത്സരം നടത്തുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ തയ്യാറായി വരികയാണ്. വിവിധ സബ് കമ്മിറ്റികൾ കൂടി പബ്ലിസിറ്റി കമ്മിറ്റി, റേസ് കമ്മിറ്റി, ഫിനാൻഷ്യൽ കമ്മിറ്റി, സ്പോൺസർ കമ്മിറ്റി, അങ്ങനെ വിവിധ കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളടക്കം സ്വരൂപിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ ഈ വള്ളംകളി മത്സരം ഏറ്റവും മനോഹരമായ രീതിയിൽ നടത്തുവാൻ വേണ്ട എല്ലാ പരിപാടികളും ഞങ്ങൾ സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ വള്ളംകളിയോടൊപ്പം തന്നെ ഇതൊരു ഈ കുട്ടനാടിന്റെ വള്ളംകളിയുടെ തുടക്കമാണ്. അതുപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവം കുട്ടനാട്ടിലെ ഒരു ഞങ്ങളുടെ ആഘോഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജലോത്സവത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കീഴിൽ നിരവധി പരിപാടികൾ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അവിടെ മൂലം ജലോത്സവത്തിന്റെ രാജപ്രമുഖൻ ട്രോഫി, ജനങ്ങളെ ആ ട്രോഫി അവരെ എത്തിക്കുക, അതിലൂടെ കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്ന രീതിയിലേക്ക് നമ്മൾ 12 പഞ്ചായത്തിലും ഈ ട്രോഫിയുമായി ഒരു ഘോഷയാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈകൊട്ടിക്കളി മത്സരമുണ്ട്, സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പരിപാടികളിലൂടെ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് മൂലം ജലോത്സവത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നല്ല രീതിയിൽ ഈ മത്സര വള്ളംകളി അടക്കം സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തി വരികയാണ്. ജലോത്സവത്തിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ശ്രീ അരുൺ. എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കമാണ് ചമ്പക്കുളം മൂലം ജലോത്സവം. അത് ചരിത്രപരമായും അതോടൊപ്പം തന്നെ ആഘോഷപരമായും അതോടൊപ്പം തന്നെ വിനോദപരമായും ഈ കുട്ടനാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായികമാണ്. 100 കണക്കിന് ആളുകളാണ് ഒരു വള്ളത്തിൽ തുഴയുന്നത്. ഇത്രയും ആളുകൾ ഒന്നിച്ചു പങ്കെടുക്കുന്ന മറ്റൊരു കായികം നമ്മുടെ ലോകത്ത് തന്നെ മറ്റെവിടെയും കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും മണ്ണായ കുട്ടനാട്ടിൽ നടക്കുന്ന ജലോത്സവം എന്തുകൊണ്ടും മറ്റുള്ള ആളുകൾക്ക് ആകർഷകമാകുന്ന രൂപത്തിലേക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായി മാറിയിരിക്കുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ട് ഈ വട്ടത്തെ മൂലം ജലോത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളാണ് മൂലം ജലോത്സവ കമ്മിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 5-ാം തീയതി നടക്കുന്ന രാജപ്രമുഖൻ ട്രോഫിയുമായുള്ള വിളംബര ജാഥ കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് വൈകുന്നേരം 5:30 മങ്കൊമ്പ് ജംഗ്ഷനിൽ സമാപിക്കുന്ന രൂപത്തിലേക്കാണ് ഈ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടനാടിൻ്റെ കണ്ണും മനസ്സും ഇനി ചമ്പക്കുളത്തേക്ക്. പമ്പയാറിൻ്റെ അതിവിസ്തൃതമായ നെട്ടായത്തിൻ്റെ ആവേശങ്ങളിലേക്ക് കേരളത്തിൻ്റെ അഭിമാനങ്ങളായ 5 ചുണ്ടൻ വള്ളങ്ങളും 2 കളിവള്ളങ്ങളും ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇഞ്ചോടിഞ്ച് പൊരുതി ആവേശ കൊടുമുടി കയറുന്ന ചമ്പക്കുളം മൂലം ജലോത്സവത്തിൻ്റെ അവിസ്മരണീയ നിമിഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ സ്ഥാപിച്ചിരിക്കുന്ന നിരവധി ക്യാമറകളിലൂടെയും ഡ്രോൺ ക്യാമറയിലൂടെയും അതിൻ്റെ ഓരോ നിമിഷത്തെയും കാഴ്ചകൾ തത്സമയം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. കാത്തിരിക്കുക, കാണുക, ലൈക്ക് ചെയ്യുക. ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.